എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 18ാമത്തെ സർഗത്തില് 24 മുതൽ 32ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. പുത്രന്മാരുടെ നാമകർമ്മമൊക്കെ കഴിഞ്ഞു. അതിനുശേഷമുള്ളതായിട്ടുള്ള സന്തോഷങ്ങള്, അവരുടെ മറ്റു കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിനെ പറ്റിയുള്ള ചിന്തകള്, അതൊക്കെയാണ് ഇനി വർണ്ണിക്കാൻ പുറപ്പെടുന്നത്. ഈ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം വേഗത്തിൽ തന്നെയാണ് കവി പറഞ്ഞ് തീർക്കണത്. നമുക്ക് ആദ്യം 24ാമത്തെ ശ്ലോകം നോക്കാം. തേഷാം ജന്മക്രിയാദീനി സർവകർമാണ്യകാരയത് തേഷാം കേതുരിവ ജ്യേഷ്ഠോ രാമോ രതികരഃ പിതു. തേഷാം എന്ന് പറഞ്ഞാൽ ആ 4 സഹോദരന്മാരുടെയും ജന്മക്രിയാദീനി, ജന്മക്രിയകള്, അതായത് സംസ്കാരങ്ങളുണ്ടല്ലോ, ഷോഡശ സംസ്കാരങ്ങളില് ജന്മം മുതൽക്കുള്ള സംസ്കാരങ്ങളാണ്. അതില് നാമം പേരിടലൊക്കെ കഴിഞ്ഞു. അപ്പോ അങ്ങനെയുള്ള ക്രിയകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാത് കാലങ്ങളിലെല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊടുത്തു കുട്ടികൾക്ക്. അതാണ് സർവകർമാണി അകാരയത്. എല്ലാ കർമ്മങ്ങളും വേണ്ടതുപോലെ വേണ്ട നേരത്ത് ദശരഥൻ കുട്ടികൾക്കായിട്ട് ചെയ്തു കൊടുത്തു. അങ്ങനെ ആ 4 പേരും ഒരേപോലെയാണ് വളർന്നത് എങ്കിൽ പോലും തേഷാം കേതുരിവ ജ്യേഷ്ഠോ രാമോ രതികരഃ പിതു. അച്ഛന് ഏറ്റവും കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നത് മൂത്ത മകനോട് തന്നെയാണ്. ദശരഥന് ഏറ്റവും പ്രിയങ്കരനായിരുന്ന, ഏറ്റവും സന്തോഷമുളവാക്കിയിരുന്ന പുത്രനാണ് ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ. തേഷാം കേതുരിവ, ആ 4 മക്കളിലും വെച്ച് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കൊടി എന്നതുപോലെ, കൊടി അടയാളം, കൊടിമരം എന്നതുപോലെയാണ് രാമൻ ആ 4 സഹോദരങ്ങളിലും വെച്ച് അച്ഛന് പ്രീതിഭാജനമായി തീർന്നത്. അതായത് ശ്രീരാമൻ വേണ്ടതുപോലെ അല്ലാതെ ഒന്നും ചെയ്യില്ല, വകതിരിവ് പോലെ അല്ലാതെ ഒന്നും ചെയ്യില്ല എന്നർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടിയും സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അച്ഛനമ്മമാർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അച്ഛന് ശ്രീരാമനോട് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ശ്ലോകമാണിത്. ശ്രീരാമനിലൂടെയാണ് ഈ അയോധ്യയുടെ അല്ലെങ്കിൽ ദശരഥന്റെ അവകാശം ഇനി മുമ്പാക്കാൻ പോണതല്ലോ. അപ്പോ അതേപോലെ തന്നെ പെരുമാറാൻ ശ്രീരാമനും അറിയാമായിരുന്നു. മൂത്ത മകനായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ശ്രീരാമൻ ആ 4 മക്കളിലും ശോഭിച്ചത്, മക്കളിൽ വച്ച് ശോഭിച്ചത്. 25ാമത്തെ ശ്ലോകം നോക്കാം. ബഭൂവ ഭൂയോ ഭൂതാനാം സ്വയം ഭൂരിവ സമ്മത സർവേ വേദവിദശൂരാ സർവേ ലോകഹിതേ രതാഃ. ശ്രീരാമന്റെ ഒരു പ്രത്യേകത കൂടി പറയാണ്. ബഭൂവ ഭൂയോ ഭൂതാനാം സ്വയം ഭൂരിവ സമ്മത. ശ്രീരാമൻ എല്ലാവർക്കും സമ്മതനായിരുന്നു. ആരെ പോലെ? ബ്രഹ്മാവിനെ പോലെ. അതാണ് ഭൂതാനാം, ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ സമ്മതനായ ബ്രഹ്മാവിനെ പോലെ. സമ്മത സ്വയം ഭൂരിവ ജ്യേഷ്ഠോ രാമ ബഭൂവ. എല്ലാവർക്കും സമ്മതനായിരുന്നു, സർവസമ്മതനായിരുന്നു ശ്രീരാമൻ എന്നർത്ഥം. ഇനി ബാക്കി ആരും മോശക്കാരൊന്നുമല്ല, അവരെ പറ്റി പറയാണ്. അവരടക്കം, ശ്രീരാമനടക്കം എല്ലാവരും സർവേ വേദവിദ, അവരെല്ലാവരും വേദാഭ്യാസം നടത്തി. ശൂരാഹ, നല്ല ശൗര്യവും വീര്യവും പരാക്രമവും ഒക്കെ ഉള്ളവരായിരുന്നു. സർവേ ലോകഹിതേ രതാഹ, എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചത്. ലോകഹിതേ, അവരവരുടെ ഇഷ്ടം നോക്കി മാത്രമല്ല, മറ്റുള്ളവരെ പരിഗണിക്കാനും ജനങ്ങൾക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കാനും, കുട്ടികളാണെങ്കിലും അവരെ കൊണ്ടാവണതൊക്കെ ചെയ്തു കൊടുക്കാൻ അവർക്ക് വളരെയധികം ഉത്സാഹം ഉണ്ടായിരുന്നു. അതാണ് സർവേ ലോകഹിതേ, ലോകത്തിന്റെ ഹിതത്തിനായിക്കൊണ്ട് പരിശ്രമിക്കുന്നവരുമായിരുന്നു ആ 4 പേരും. ഇനി 26ാമത്തെ ശ്ലോകം നോക്കാം. സർവേ ജ്ഞാനോപസമ്പന്നാ സർവേ സമുദിതാ ഗുണൈഃ തേഷാമപി മഹാതേജാ രാമഃ സത്യപരാക്രമ. 27ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇഷ്ട സർവസ്യ ലോകസ്യ ശശാങ്ക ഇവ നിർമ്മല. ഇതിങ്ങനെ അടുത്ത ശ്ലോകത്തിലെ ഓരോ വരികൾ കൂടി കൂട്ടി വായിച്ചുകൊണ്ട് പോവേണ്ടതാണ്. ഈ 4 പേരും തന്നെ സർവേ ജ്ഞാനോപസമ്പന്നാഹ, ജ്ഞാനം നല്ലവണ്ണമുള്ളവരായിരുന്നു, വിജ്ഞാനമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സർവസമ്മതന്മാരുമായിരുന്നു. ആർക്കും ഈ കുട്ടികളോട് ഒരു എതിർപ്പും ഒരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല.
സർവേ ഗുണൈഹി സമുദിതാഹ. സത്യം, ജ്ഞാനം, അതുപോലെ വകതിരിവ്, മറ്റുള്ളവരോടുള്ള ദയ തുടങ്ങിയിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു. അതിൽ വച്ച് പിന്നെയും പറയാണ്, തേഷാമപി മഹാതേജാ രാമ. അവരിൽ വച്ച് ഏറ്റവും തേജസ്വിയും സത്യപരാക്രമനും ആയിരുന്ന, സത്യപരാക്രമൻ എന്ന് പറഞ്ഞാൽ സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നവൻ, സത്യം കൊണ്ട് മറ്റുള്ളവരെ ജയിക്കുന്നവൻ, സത്യപരാക്രമ രാമ. അങ്ങനെയുള്ള രാമൻ, ശ്രീരാമൻ, ഇഷ്ടസർവസ്യ ലോകസ്യ, സകല ജനങ്ങൾക്കും ശ്രീരാമനോട് അത്ര കണ്ട് വാത്സല്യവും സ്നേഹവുമായിരുന്നു. ആരെ പോലെ? നിർമ്മല ശശാങ്കൈവ, നല്ല തെളിഞ്ഞ ശശാങ്കൻ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനെ കാണുന്ന പോലെയാണ് ജനങ്ങളൊക്കെ ശ്രീരാമനെ ദർശിച്ചിരുന്നത്. ശ്രീരാമനിൽ ഒരു കളങ്കം പോലും ഇവരാരും, അവിടുത്തെ ജനങ്ങൾ ആരും കണ്ടിരുന്നില്ല. അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയും പരിഗണനയോടു കൂടിയിട്ടായിരുന്നു ശ്രീരാമനെ അയോധ്യാവാസികൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് അടുത്ത വരി, 27ാമത്തെ ശ്ലോകത്തിൽ അടുത്ത വരി അടുത്ത ശ്ലോകത്തിലേക്ക് നീണ്ടാണ് നിൽക്കുന്നത്. ഗജസ്കന്ധേശ്വപൃഷ്ഠേ ച രഥചര്യാസു സമ്മത ധനുർവേദേ ച നിരത പിതുശുശ്രൂഷണേ രത ബാല്യാത് പ്രഭൃതി സുസ്നിഗ്ധോ ലക്ഷ്മണോ ലക്ഷ്മിവർദ്ധന. രാമസ്യ ലോകരാമസ്യ ഭ്രാതുർജ്യേഷ്ഠസ്യ നിത്യശ സർവപ്രിയങ്കരസ്തസ്യ രാമസ്യാപി ശരീരത. ഇങ്ങനെ ഇവര് 4 പേരും കൂടി ഒരുമിച്ചാണ് വളർന്നു വന്നത് എങ്കിൽ പോലും അതിൽ വെച്ച് രാമൻ ഏറ്റവും ശ്രേഷ്ഠനായി തീർന്നു എന്ന് പറഞ്ഞുല്ലോ. ആ ശ്രീരാമൻ ഗജസ്കന്ധേ അശ്വപൃഷ്ഠേ രഥചര്യാസു ച സമ്മത. ആ ശ്രീരാമൻ ഏതൊരു പ്രവൃത്തിയും വേണ്ടതുപോലെയാ ചെയ്തിരുന്നത്. ആനപ്പുറത്ത് സഞ്ചരിച്ചാലും കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും, ഇനി അതൊന്നുമില്ല, രഥത്തിൽ സഞ്ചരിച്ചാലും ഒക്കെ എല്ലാവർക്കും സമ്മതമായിരുന്നു, എല്ലാവർക്കും ആരാധ്യനായിരുന്നു. മാത്രല്ല ധനുർവേദേച്ച നിരത, ധനുർവേദത്തിൽ നല്ല അഭ്യാസം നേടിയെടുത്തിട്ടുണ്ട്. പിതു ശുശ്രൂഷണേ രഥ, അച്ഛനെ മാത്രമല്ല അമ്മയെയും അവിടെ കാരണവന്മാരായിട്ടുള്ള എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിൽ നല്ല താല്പര്യമുള്ളവനായിരുന്നു. ബാല്യാത് പ്രഭൃതി. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത വരിയിൽ പറയാണ് ലക്ഷ്മണൻ എങ്ങനെയായിരുന്നു. ശ്രീരാമനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ട് പറയാണ്, കുട്ടിക്കാലം മുതൽക്കേ ലക്ഷ്മണൻ എന്തായിരുന്നു? ബാല്യാത് പ്രഭൃതി സുസ്നിഗ്ധോ ലക്ഷ്മണോ ലക്ഷ്മിവർദ്ധന. കുട്ടിക്കാലം മുതൽക്ക് തന്നെ സുസ്നിഗ്ധൻ, വളരെ സ്നേഹവാനായ, വളരെ സ്നേഹം മറ്റുള്ളവരോട് നന്നായി പ്രകടിപ്പിക്കുന്നവനായ, ലക്ഷ്മിയെ വർദ്ധിപ്പിക്കുന്നവനുമായിട്ടുള്ള ലക്ഷ്മണനുണ്ടല്ലോ, ആ ലക്ഷ്മണൻ രാമസ്യ ലോകരാമസ്യ ഭ്രാതുർജ്യേഷ്ഠസ്യ നിത്യശ സർവപ്രിയങ്കരസ്തസ്യ രാമസ്യാപി ശരീരത. രാമന്, ലോകരാമൻ, അതായത് ലോകത്തിന് മുഴുവനും സന്തോഷം നൽകുന്നവനായിട്ടുള്ള ശ്രീരാമന് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കാൻ പറ്റിയിരുന്നത്, അല്ലെങ്കിൽ ആ രാമന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അനുജനായിരുന്നു ലക്ഷ്മണൻ. അതാണ് പറയുന്നത്, ഭ്രാതുർജ്യേഷ്ഠസ്യ നിത്യശ സർവപ്രിയങ്കരസ്തസ്യ രാമസ്യാപി ശരീരത. തന്റെ ശരീരം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ശ്രീരാമൻ ലക്ഷ്മണനെയും കണ്ടിരുന്നത്. തന്നെ പോലെ തന്നെയാണ് സഹോദരനെയും കണ്ടിരുന്നത്. സർവപ്രിയങ്കരനായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരാണ് ശ്രീരാമൻ എന്ന് ചോദിച്ചാൽ ലക്ഷ്മണൻ തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ആ ലക്ഷ്മണൻ എന്തായിരുന്നു? ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്നോ ബഹിഃപ്രാണൈവാപര. 30ാമത്തെ ശ്ലോകം. ലക്ഷ്മണൻ, ലക്ഷ്മി സമ്പന്നനായിട്ടുള്ള ലക്ഷ്മണൻ ശ്രീരാമന്റെ ബഹിഷ്ഠര പ്രാണനായിരുന്നു. നമ്മുടെയൊക്കെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണല്ലോ, ശ്രീരാമന്റെ പ്രാണനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ശ്രീരാമൻ ലക്ഷ്മണനെ കണ്ടിരുന്നത് തന്റെ പ്രാണൻ പുറത്ത് മറ്റൊരു രൂപെടുത്ത് സഞ്ചരിക്കുന്ന പോലെയാണ്. അതിനെയാണ് ബഹിഃപ്രാണൻ അഥവാ ബഹിഷ്ഠര പ്രാണൻ എന്നൊക്കെ പറയുന്നത്. ശ്രീരാമന്റെ ബഹിഃപ്രാണനായിരുന്നു ലക്ഷ്മണൻ. അതുകൊണ്ട് തന്നെ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ഒപ്പായിരുന്നു. അതാണ് 30ാമത്തെ ശ്ലോകത്തിൽ അടുത്ത വരിയിൽ പറയണത്, നചതേന വിനാ നിദ്രാം ലഭതേ പുരുഷോത്തമ. ലക്ഷ്മണൻ അടുത്തില്ല എങ്കിൽ പുരുഷോത്തമന്, ശ്രീരാമന് ഉറക്കം പോലും കുറവായിരുന്നു. അതാണ് നചതേന വിനാ, തേന ലക്ഷ്മണേന വിനാ പുരുഷോത്തമ നിദ്രാം ന ലഭതേ. പുരുഷോത്തമന് ലക്ഷ്മണൻ കൂടെ ഇല്ല എങ്കിൽ ഉറക്കം പോലും കുറവായിരുന്നു, ഉറക്കം കിട്ടുകയില്ലായിരുന്നു.
അതുപോലെ തന്നെ ഊണും ഉറക്കവും ഒക്കെ ഒപ്പാണെന്നല്ലേ പറയുക. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 31-ാമത്തെ ശ്ലോകം നോക്കാം. മൃഷ്ടമന്നമുപാനീതമശ്നാദി നഹിതം വിനാ യദാ ഹി ഹയമാരൂഢോ മൃഗയാം യാതി രാഘവ. 32-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അഥൈനം പൃഷ്ഠതോഭ്യേതി സധനുഃ പരിപാലയൻ. അതാണ് 32-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരി മാത്രമേ അങ്ങോട്ട് ചേർന്ന് നിൽക്കണുള്ളൂ. മൃഷ്ടമന്നം ഉപാനീതം, നല്ല സ്വാദുള്ള ഭക്ഷണം കൊണ്ടുവരികയാണ് എങ്കിൽ ആ ലക്ഷ്മണനോട് കൂടെയല്ലാതെ രാമൻ ഒന്നും കഴിക്കുകയില്ലായിരുന്നു. തമ്മിന, അവനോട് കൂടെ അല്ലാതെ, ലക്ഷ്മണന്റെ കൂടെ അല്ലാതെ, ന അശ്നാദി, ശ്രീരാമൻ ഭക്ഷണം പോലും കഴിക്കാറില്ല. മാത്രല്ല കുതിരപ്പുറത്ത് കയറിയിട്ട് മൃഗയ്ക്ക് വേണ്ടി രാഘവൻ പോവുകയാണ് എങ്കിൽ ഹയമാരൂഢോ യഥാ രാഘവ മൃഗയാം യാതി, അങ്ങനെ രാഘവൻ മൃഗയ്ക്കായിട്ട് പോവുകയാണ് എങ്കിൽ ലക്ഷ്മണൻ എന്തു ചെയ്യായിരുന്നു? അതാണ് ഹയമാരൂഢ പൃഷ്ഠത അഭ്യേദി, ആ മറ്റൊരു കുതിരപ്പുറത്ത് കയറിയിട്ട് പിന്നാലെ ചെല്ലുമായിരുന്നു. എങ്ങനെ? വെറുതെ അല്ല പോണത്. സധനു, കയ്യിൽ ഒരു വില്ലുമായിട്ട്, പരിപാലയൻ, ഏനം പരിപാലയൻ, ഏനം എന്ന് വെച്ചാൽ ശ്രീരാമനെ പരിപാലിച്ചുകൊണ്ട്, പൃഷ്ഠതോ അഭ്യേദി, തൊട്ടു പിന്നാലെ ലക്ഷ്മണനും പോവുമായിരുന്നു. 32-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരി മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ എല്ലാ സമയത്തും ഇവര് രണ്ടുപേരും ഒപ്പായിരുന്നു. 4 പേരും ഒരുമിച്ചൊക്കെ തന്നെയാണ് വളർന്നതെങ്കിലും ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് എന്തോ കാണാത്ത ഒരു ബന്ധം, ഒരു ചരട് അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അതിന് തെളിയിക്കുന്നതായിട്ടുള്ള വരികളാണ് ഇവിടെ കവി പറഞ്ഞത്. 32-ാമത്തെ ശ്ലോകവും 33-ാമത്തെ ആദ്യത്തെ വരിയും കൂടി നോക്കാം. ഭരതസ്യാപി ശത്രുഘ്നോ ലക്ഷ്മണാവരജോ ഹി സ പ്രാണൈഃ പ്രിയതരോ നിത്യം തസ്യ ജാസീത് തഥാ പ്രിയ. ശ്രീരാമൻ എപ്രകാരമായിരുന്നോ ലക്ഷ്മണൻ, അതേപോലെ തന്നെ ഭരതസ്യ ശത്രുഘ്നഃ അപി, ഭരതന് ശത്രുഘ്നനും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് ലക്ഷ്മണാവരജോ ശത്രുഘ്ന, ലക്ഷ്മണന് തൊട്ടു താഴെയായിട്ട് ജനിച്ചവനായ ശത്രുഘ്നൻ ഭരതന് എങ്ങനെയായിരുന്നു രാമന് ലക്ഷ്മണൻ അതേപോലെ തന്നെയായിരുന്നു. പ്രാണൈഹി പ്രിയതരോ, പ്രാണങ്ങളെ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീർന്നു ഭരതന് ശത്രുഘ്നൻ എന്ന് പറഞ്ഞാല്. നിത്യം തസ്യ ചാസീത് തഥാ പ്രിയ, എപ്രകാരമാണോ പ്രാണങ്ങളോട് നമുക്ക് ഇഷ്ടമുള്ളത് അതേപോലെ തന്നെ ഭരതനും തന്റെ അനുജനായിട്ടുള്ള ശത്രുഘ്നനെ ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബാക്കി തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങൾ നാളെ കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തേഷാം ജന്മക്രിയാദീനി സർവകർമാണ്യകാരയത് തേഷാം കേതുരിവ ജ്യേഷ്ഠോ രാമോ രതികരഃ പിതുഃ ബഭൂവ ഭൂയോ ഭൂതാനാം സ്വയം ഭൂരിവ സമ്മതഃ സർവേ വേദവിദശൂരാഃ സർവേ ലോകഹിതേ രതാഃ സർവേ ജ്ഞാനോപസമ്പന്നാഃ സർവേ സമുദിതാ ഗുണൈഃ തേഷാമപി മഹാതേജാ രാമഃ സത്യപരാക്രമഃ ഇഷ്ടഃ സർവസ്യ ലോകസ്യ ശശാങ്ക ഇവ നിർമ്മല ഗജസ്കന്ധേശ്വപൃഷ്ഠേ രഥചര്യാസു സമ്മതഃ ധനുർവേദേ ച നിരതഃ പിതുഃ ശുശ്രൂഷണേ രതഃ ബാല്യാത് പ്രഭൃതി സുസ്നിഗ്ധോ ലക്ഷ്മണോ ലക്ഷ്മിവർദ്ധന രാമസ്യ ലോകരാമസ്യ ഭ്രാതുർജ്യേഷ്ഠസ്യ നിത്യശ സർവപ്രിയങ്കരസ്തസ്യ രാമസ്യാപി ശരീരതഃ ലക്ഷ്മണോ ലക്ഷ്മിസമ്പന്നോ ബഹിഃ പ്രാണൈവാപര ന ച തേന വിനാ നിദ്രാം ലഭതേ പുരുഷോത്തമ മൃഷ്ടാന്നമുപാനീതമശ്നാദി നഹിതം വിനാ യദാ ഹി ഹയമാരൂഢോ മൃഗയാം യാതി രാഘവ അധൈനം പൃഷ്ഠതോഭ്യേതി സധനുഃ പരിപാലയൻ ഭരതസ്യാപി ശത്രുഘ്നോ ലക്ഷ്മണാവരജോ ഹി സ പ്രാണൈഃ പ്രിയതരോ നിത്യം തസ്യ ജാസീത് തഥാ പ്രിയ. ഈ 4 സഹോദരന്മാരുടെയും പരസ്പരമുള്ള സ്നേഹത്തെ പറ്റിയിട്ട്, വിശേഷിച്ച് ആരൊക്കെ തമ്മിലായിരുന്നു അടുപ്പം എന്നുള്ളതിനെ പറ്റിയിട്ട് സൂചിപ്പിക്കുകയാണ് ഇവിടെ കവി ചെയ്തത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.